ജാറാസ് വ്ലോഗ്സിൻ്റെ ഇഫ്താർ സ്പെഷ്യൽ റെസിപ്പി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ സമൂസയുടെ റെസിപ്പിയാണ്. പുറമേക്ക് നല്ല ക്രിസ്പിയും ഉള്ളിൽ നിന്ന് നല്ല ക്രീമി ആയിട്ടുള്ള ഒരു വൈറ്റ് സോസ് ക്രീമി ചിക്കൻ സമൂസയുടെ റെസിപ്പിയാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 250 ഗ്രാം ബോൺലെസ് ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓണാക്കി വെക്കാനായിട്ട് മറക്കരുതേ. ഇനി നമുക്ക് ഈ ചിക്കനിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിനെ അടച്ച് വെച്ച് ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. നമ്മളെപ്പോഴും ഡയറ്റ് റെസിപ്പീസാണ് കുറേ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ജനറൽ ആയിട്ടുള്ള വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഇഫ്താറിന് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ചെയ്യണ്ടേ, നമുക്ക് ഇടയ്ക്ക് ഇതുപോലത്തെ വീഡിയോസും കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാം. നമ്മൾ ആ ചിക്കനെ വേവിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തു ചോപ്പറിലിട്ടിട്ട്. അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റും കുറച്ച് ബീൻസും ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തു. പാൻ ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റാവുമ്പോൾ നമുക്കിതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ട് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും അതുപോലെ തന്നെ 3-4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ സാധാരണ സമൂസയ്ക്ക് ഉണ്ടാക്കുന്ന ഫില്ലിംഗ് ഉണ്ടാക്കുന്ന അത്രയും പണി നമ്മൾ ഈ ഒരു ഫില്ലിംഗ് ഉണ്ടാക്കുന്നതിനില്ല. അതുപോലെ തന്നെ ടേസ്റ്റും കുറച്ച് കൂടുതലായിട്ട് ഈ ഒരു സമൂസയ്ക്ക് എന്നാൽ പുതിയ ഒരു രീതിയിലുള്ള കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നമുക്കിതിനെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കണം. ആ മൈദയുടെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് പാകത്തിന് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. ആദ്യം നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യമേ മുഴുവനായിട്ടും എടുത്ത് ചേർത്ത് കൊടുക്കണ്ട. ഏകദേശം ഒരു 100-125 മില്ലി പാല് വരെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി എത്തുന്നവരെ നിങ്ങൾ പാല് ചേർത്ത് കൊടുക്കുക. അതുപോലെ കുറച്ച് ഉപ്പ് കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തു. നമ്മളുടെ വൈറ്റ് സോസ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഈ ഒരു കുറുകിയിരിക്കുന്ന രീതിയിലുള്ള കൺസിസ്റ്റൻസിയാണ് നമുക്ക് സോസിന് വേണ്ടത്. തീരെ ലൂസ് ആവാനും പാടില്ല, ഒത്തിരി കുറുകി പോകാനും പാടില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്കിനി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഒരു ചിക്കൻ നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊടിയായിട്ട് ചോപ്പ് ചെയ്ത് തന്നെ എടുക്കുക ചിക്കൻ. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തിരിക്കുന്നത് ക്യാരറ്റ്, ഒരു 2 ക്യാരറ്റ് പൊടിയായിട്ട് ചോപ്പ് ചെയ്തതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. കുറച്ച് ബീൻസ് അരിഞ്ഞു വെച്ചിരുന്നതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നമ്മൾ പാകത്തിന് ചിക്കനിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. വൈറ്റ് സോസ് ഉണ്ടാക്കിയപ്പോൾ അതിലും അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം സ്പ്രിംഗ് ഓണിയൻ ചെറുതായിട്ട് മുറിച്ചത് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. അപ്പം നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മളുടെ ക്രീമി ചിക്കൻ ഫില്ലിംഗ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. കറക്റ്റ് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ ഒരു ഫില്ലിംഗ് വേണ്ടത്. ഇനി നമ്മൾ കുറച്ച് മൈദയിൽ വെള്ളവും കൂടെ ചേർത്ത് മിക്സാക്കി കുറച്ചൊരു പേസ്റ്റ് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമൂസ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഷീറ്റ് ഇങ്ങനെ നീളത്തിൽ വെച്ചു, ഒരെണ്ണം അതിന് കുറുകയും വെച്ചു. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഫില്ലിംഗ് ഇതിൻ്റെ നടുക്ക് വെച്ച് കൊടുക്കാം. ഏകദേശം 2 ടേബിൾ സ്പൂണോളം ഫില്ലിങ് നമ്മളിതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് 2 ടേബിൾ സ്പൂൺ നിറച്ചും എടുത്തിട്ടില്ല. നമുക്ക് വെക്കുമ്പോൾ ആ ഒരു കണക്കിന് പാകത്തിന് അങ്ങ് വെച്ച് കൊടുക്കുക. ഇനി അതുപോലെ തന്നെ ഈ പശ വെച്ചിട്ട് അതിൻ്റെ വശങ്ങളിലൊക്കെ നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ ഈ ഒരു സമോസ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ലെയേഴ്സ് കൂടുതൽ വേണം എന്നാണെങ്കിൽ നിങ്ങൾ ഈ ഒരു 2 ഷീറ്റ് എടുത്തതിന് പകരം 4 ഷീറ്റ് എടുക്കുക. അതായത് നമ്മൾ നീളത്തിന് വെച്ചത് 2 എണ്ണവും അതുപോലെ സൈഡിലേക്ക് നമ്മൾ വെച്ചതും ഒരെണ്ണം എക്സ്ട്രാ എടുക്കുക. മൊത്തം 4 എണ്ണം എടുക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ലെയേഴ്സ് കിട്ടും. ഇതിപ്പോൾ നമ്മൾ 2 എണ്ണം മാത്രം വെച്ചിട്ട് ഓരോ സമോസയാണ് ചെയ്യുന്നത്. എക്സ്ട്രാ ആയിട്ട് ചെയ്യുമ്പോൾ ഒരു സമോസയ്ക്ക് 4 ഷീറ്റ് വേണ്ടി വരും. അപ്പം നമ്മൾ ഇതുപോലെ ഓരോന്നായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് നന്നായിട്ട് തിളച്ച ഓയിലിലേക്കിട്ട് നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം.
ഈ ഒരു സമോസ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടും ഈ ഒരു ഇഫ്താറിന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഫില്ലിങ്ങും ആ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ടേസ്റ്റിലുള്ളതാണ്. കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലുള്ളതാണ്. സാധാരണ ഉണ്ടാക്കാറുള്ള സമോസയുടെ റെസിപ്പി പോലെയുള്ള ഒരു സ്റ്റൈലിലുള്ള രീതിയല്ല. അതുകൊണ്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് മെനക്കേടൊന്നുമില്ല, ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ട്രൈ ചെയ്തതിന് ശേഷമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും പറയുക. നമ്മൾ ഇഫ്താർ സ്പെഷ്യലായിട്ട് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ള റെസിപ്പീസൊക്കെ ചേർത്തിട്ടുള്ള ഒരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നല്ല നല്ല റെസിപ്പീസ് ഉണ്ട്. എല്ലാവരും അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നിടം വരെ ഇതിനെ തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുക. കോരി എടുത്തു കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ ഉൾവശമൊക്കെ എങ്ങനെയാണുള്ളതെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഗോൾഡൻ കളറായിട്ട് നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട, ഒരു 3-4 മാക്സിമം ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക നമ്മൾ. അപ്പോൾ നമ്മുടെ സമോസ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ഉൾവശം എന്നൊക്കെ നോക്കുമ്പോൾ നമ്മൾ പുറമേക്ക് നല്ല ക്രിസ്പിയാണിത്, എന്നാൽ ഉള്ളിൽ നിന്ന് നല്ല ക്രീമിയാണ്, നല്ല ജ്യൂസിയാണ്. ആ ഒരു ചിക്കൻ്റെ ഫില്ലിംഗ് ഒക്കെ അതിൽ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാവും. കഴിക്കുമ്പോഴും അതിൻ്റെ ഒരു ടേസ്റ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് കാണുമ്പോൾ എത്രത്തോളം അത് മനസ്സിലാവുമെന്ന് അറിയില്ല, എന്നാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു സമോസ കിട്ടും. എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. റമദാൻ കരീം. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ. അസ്സലാമു അലൈക്കും.